ഇപ്പൊ ഒരു 2 വർഷമൊന്നുമില്ലായിരുന്നു തോന്നുന്നു. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോ എന്തോ ഒരു തടസ്സം പോലെയാണ് പറയണത്. ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഇപ്പഴൊക്കെ ഇരുന്നേക്ക് ഇങ്ങനെ എടുക്കണത് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ ഒരു എടുത്തെടുത്തെടുത്ത് ഒരു വിടിയില്ല. ചേച്ചി പറയണ്ടായിരുന്നു അപ്പുറത്തെ മുറിയിൽ ഇരുന്ന് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ മുറി ഇരുന്ന് കേൾക്കാന്ന് അങ്ങനെ എന്താ ചേച്ചി പറയണ്ടായിരുന്നു? ഞാൻ അങ്ങനെ നേരത്തോട് പറഞ്ഞാ വിട്ടത്. അങ്ങനെ കേൾക്കാവോ? നമുക്കറിയാൻ പറ്റും ഇവിടെ അങ്ങനെ ശ്വാസം എടുത്ത് വിടുന്നത്. ഞാൻ അന്നേരം വിളിച്ചു വഴക്ക് പറയും, നീ എന്നാടി കേൾപ്പിക്കണേന്ന് ചോദിച്ചും കൊണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമല്ല, സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്. എപ്പോഴും ശ്വാസം വിളിച്ചു കഴിഞ്ഞാൽ അത്ര ഒച്ചയിലാണോ വിളിക്കുന്നത്? ഏത് നേരം എടുക്കണ ശ്വാസത്തിനില്ല, പക്ഷെ എന്നാ മിക്ക ശ്വാസം എടുക്കണ സമയത്തും ഉണ്ട്. എങ്ങനെ സൗണ്ട് പുറത്ത് കേൾക്കുവോ? ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വിടുന്നത് നമുക്ക് അറിയാൻ പറ്റും. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കൊച്ചിനോട് എന്റെ അടുത്തുണ്ട്, ഞാൻ കൊച്ചിന്റെ കൈ കൊടുക്കാം. ഹലോ 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 കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പൊ എന്താണ് ശരിക്കുള്ള ബുദ്ധിമുട്ട് ആ സമയത്ത് വരുന്നൊന്ന് പറയാമോ? ഇപ്പൊ ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ശ്വാസം എടുക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എവിടെയോ തടസ്സമുള്ളതാണ്. അപ്പൊ ഞാൻ വലിച്ചെടുക്കും. ശ്വാസം എടുക്കുമ്പോഴാണോ വിടുമ്പോഴാണോ ഇത് രണ്ടും ചെയ്യുമ്പോഴുണ്ടാവും? എടുക്കുമ്പോ മാത്രമേ പ്രശ്നമുള്ളൂ. തടസ്സമുള്ള പോലെ എവിടെയാണ് തോന്നുന്നത്? ഏത് ഭാഗത്തായിട്ടാണ് തടസ്സമുള്ള പോലെ തോന്നുന്നത്? അതെനിക്കറിയാൻ മേല. Now, as far as this clip is concerned, for the statement made by the patient and her bystander, we can definitely consider 2 or 3 rubrics which are almost correct, and among these 3 or 4 rubrics which closely matches with the statement made by the patient, which rubric should ideally fit in will depend, we can be decided only after taking the whole totality of the whole case into consideration. So here are the rubrics that matches very closely with the statements made by the patient and her bystander. So first of all, we have to understand that in this case the patient doesn't have any problem during expiration. It is during inspiration that she feels that it is getting obstructed kind of a feeling. So definitely one rubric that we can think about in this case is respiration impeded or obstructed. Respiration impeded or obstruction is one rubric that we can think of, and one more rubric is that respiration difficult inspiration. This is also a rubric that we can think of in this case. And one more character that is shown here in this statement is that the respiration is quite loud. The mother, as if she says that we can hear it if we pay careful attention, even we are not near her. So which means that the loud, that is very strong and peculiar in this case. So we can also consider the rubric respiration loud inspiration. So these are the 3 rubrics that can closely match in with this situation, and as I said, exactly which rubrics should be considered into the totality will depend, can be decided only after taking into consideration the whole totality. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മളെല്ലാവരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അവനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ കാര്യത്തിനായിരുന്നു കളിയാക്കിയെന്ന് വെച്ചോ, ഒരു കളിയാക്കി എന്തെങ്കിലും ചുമ്മാ കളിയാക്കി, അന്നേരം പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നിട്ട് പിന്നെ ഇപ്പോൾ എഴുന്നേറ്റൊറ്റ പോക്കാം, പിന്നെ നോക്കിയേ വേണ്ട, പിന്നെ നമുക്ക് അറിഞ്ഞോണ്ട് അവന് പോകുന്നത്.
ഇപ്പൊ ഈയിടെയാണ് ഒരു ഇപ്പൊ ഇതിന് മുമ്പ് ഇപ്പൊ ഡോക്ടറെ അടുത്ത് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നേ ഇല്ല, വിശപ്പില്ല, അപ്പൊ HB തീരെ താന്നു പോയായിരുന്നല്ലോ. ഞാൻ ആ റിപ്പോർട്ട് കാണിച്ചില്ല, HB നോർമലി എന്നൊക്കെ താഴെ നിന്നു. അപ്പൊ ഞാനൊരു ആൽഫാൽഫ ടോണിക്ക് നമ്മുടെ ആൽഫാൽഫ കൊടുത്തേ. അപ്പൊ ആ ഒരു മരുന്ന് തീർന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ എന്റെ ടോണിക്കോ തീർന്നെന്ന് പറഞ്ഞേ. ടോണിക്ക് എന്നുള്ളതിന് പകരം ടോണിക്കോ എന്നാ പറഞ്ഞതാ. അപ്പത്തേക്ക് ചേച്ചിമാരോടെ കളിയാക്കി ചിരിച്ചേ. പരിപാടി തീർന്നു. അപ്പോഴും എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കൽ എഴുന്നേറ്റ് ഒരൊറ്റ പോക്ക. പിന്നെ അവിടെ പോയി കമ്മന്ന് കിടന്ന് കരച്ചില്ല. പിന്നെ കുറേ നേരത്തിന് കരച്ചില്ല. അപ്പൊ എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള 2-3 വീട്ടിലെ പിള്ളേരുണ്ട്, ഇവിടെ കളിക്കാൻ വരും. അപ്പം മോൻ്റെ കൊടുത്ത് അപ്പം കളിച്ചോണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും അവർ ഇതുപോലെ ഒന്ന് കളിയാക്കി കഴിഞ്ഞാൽ അവൻ ദേഷ്യം വന്നിട്ട് കല്ലാണെങ്കിൽ എടുത്ത് ഒരട്ടി ഓർമ്മിച്ച് കൊടുക്കും. ദേഷ്യം വന്നങ്ങ് ഒരോടങ്ങ്, പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അവൻ്റെ ദേഷ്യം പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നേ. പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ കളിയാക്കും മാത്രമേ ഉള്ളൂ, വേറൊരു കാര്യത്തിലും ഇല്ല. അവനെ കളിയാക്കിയാൽ ഭയങ്കര ദേഷ്യം.